اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهلنا رؤيته وحورنا الأمور أرحم الراحمين ربي ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോട് സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹുവേ. ഞങ്ങളെ വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് റബ്ബേ, ഞങ്ങളെ സങ്കടങ്ങളെ മാറ്റിക്കൊണ്ട് അല്ലാഹ്. മക്കളില്ലാത്ത ഒരുപാട് പേര് നൂറെ ഹബീബിന്റെ മുത്തുമണികളുണ്ട്. ഞങ്ങൾ മരിച്ചു പോയാ ഞങ്ങൾ ഉമ്മാക്ക് സ്വർഗം നൽകണം, ഞങ്ങൾ വാപ്പാക്ക് സ്വർഗം നൽകണമെന്ന് പറയാൻ ഞങ്ങൾക്ക് മക്കളുമാണ്. അതുകൊണ്ട് റബ്ബേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ല. വീടില്ലാത്തവർക്ക് സൈറായ വീട് നൽകണമല്ല. വീടിന്റെ പണി പൂർത്തിയാവാത്തവരെ വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണമല്ല. അല്ലാ, ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാണ്, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങള് ബാങ്കിലാണ്. അത് ഇടക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ, കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാ, ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ്. അല്ലാ, ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണേ. അല്ലാ, ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുളയുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിൽ തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, വായില് ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, വായില് മുറിയുള്ളവരുണ്ട്, തൊണ്ടയിൽ മുളയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നെഞ്ചുവേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നിയിലെ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മുളയുള്ളവരുണ്ട്, ഗർഭപാത്രത്തിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിലെ പ്രയാസങ്ങളും ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, പൈൽസിന്റെ രോഗമുള്ളവരുണ്ട്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, സോറിയാസിന്റെ ചൊറിച്ചിലുള്ളവരുണ്ട്, വെള്ളപ്പാട് വന്നവരുണ്ട്. നീ ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ. അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. 27 വയസ്സ് പ്രായമായ ഒരു പൊന്നുമോൻ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മയൊന്ന് മരിക്കാൻ ദ്വാരിക്കണേ, എന്റെ ഉമ്മ മരിക്കാൻ ദ്വാരിക്കണം. ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, തങ്ങളെ എന്റെ അവസ്ഥ നിങ്ങൾ കേൾക്കണോ, എന്റെ ഉമ്മ സ്റ്റോക്ക് വന്ന് കിടക്കാൻ. എന്റെ ഉമ്മാക്ക് ഞാനൊരു മകനാണുള്ളത്. 4-5 വർഷമായി എന്റെ ഉമ്മ സ്റ്റോക്ക് വന്ന് കിടക്കുന്നു. എന്റെ ഉമ്മാനെ നോക്കാൻ ഞാൻ പണിക്കാരെ വെച്ചു. സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മ കാഷ്ടമൂത്രം ചുമരുമ്പത്തേക്കും സുബ്ഹാനല്ലാഹ് 4 പെണ്ണ് കെട്ടി 4 ആളും പോയി. രാത്തൊരവസ്ഥയാണ് ഞങ്ങളെ. ഒരു മൂലയിൽ കിടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളെടുക്കൊണ്ടൊരവസ്ഥ വരുത്തില്ല റബ്ബേ, അങ്ങനത്തെ ഒരവസ്ഥ വരുത്തില്ല റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ, ഞങ്ങളെ പേരുമക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ല. അവരെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കല്ലോ. അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ല തമ്പുരാനെ. ഞാൻ രാവിലെ പറഞ്ഞ ഒരു മകന് 16 വയസ്സുള്ള ഒരു പൊന്നുമോന് സുബ്ഹാനല്ലാഹ് ജോലിക്ക് പോകാതെ വീട്ടിലിരിപ്പാണ്. ജോലിക്ക് പോകൂല, വീട്ടിൽ നിന്ന് ഫോണ് കാണും. മോശപ്പെട്ടത് കണ്ടിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിക്കാൻ വരികയാണ്. ഉമ്മ പറയാണ്, മരിക്കാൻ തോരിക്കണേ. മകനെ പേടിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ കൽബ് ഞങ്ങളെ മക്കൾക്ക് കൊടുക്കല്ലോ. ഞങ്ങളെ മക്കളെ നന്നാക്കണം, ഞങ്ങളെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഒരുപാട് പേര് പ്രവാസികളാണ്. വിസയില്ലാത്തവർക്ക് വിസ നൽകണമല്ല, കാമില്ലാത്തവർക്ക് കാമ നൽകണേ അല്ലാഹുവേ. ഒരുപാട് പ്രവാസികളുണ്ട്, അവർക്ക് നീ ഖൈർ നൽകണമല്ല. ഞങ്ങളെ മക്കള് പ്രവാസികളാണ്.
ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ പേരുമക്കള് പ്രവാസികളാണ്, ഞങ്ങളിൽ പെട്ട പലരും പ്രവാസികളാണ്, ഞങ്ങളെ ഉപ്പമാര് പ്രവാസികളാണ്. അവരെ ജനാദ പട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ലോ റബ്ബേ. സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണേ. ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ല. ഈ ദുആ നീ സ്വീകരിക്കണല്ല. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് കാക്കണല്ല. എന്റെ കൂടെ ഒരുപാട് പേര് ഉംറക്ക് വന്നിട്ടുണ്ട്. അവർ ഉംറ നീ സ്വീകരിക്കണേ റബ്ബേ, അവരെ സഹി സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരെ തവാഫ് സ്വീകരിക്കണേ അല്ലാ. ആയിഷ ബീവി ചെന്ന് ഞങ്ങൾ ഇഹ്റാം കെട്ടിയിട്ട് നീ സ്വീകരിക്കണേ റബ്ബേ. മക്കളെ സഹായിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ഒരു മാസം 60 എത്തി മക്കളെ നിങ്ങൾ ഏറ്റെടുത്ത് പഠിച്ചവനെ ആപ്പില്ലാത്ത അനാഥരൊക്കെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ആഹുവേ ഞങ്ങളെ മക്കളെ ചെറുപ്പത്തിൽ എത്തിയുമാക്കിയല്ല റബ്ബേ. ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കില്ല റബ്ബേ. ഒരാളും മുന്നിൽ ചെന്ന് മക്കളെ പോറ്റാൻ വേണ്ടി ഒരാളെ കയ്യിൽ നീട്ടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല തമ്പുരാന്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാ, ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദുആയി മടക്കല്ല റബ്ബേ. ഒരുപാട് സങ്കടത്തോടെ വന്നവരാണ്, തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ അല്ലാ, സന്തോഷ വാർത്ത അറിയിക്കണേ റബ്ബേ. എന്തൊക്കെ മുറാദുകളുണ്ടെങ്കിലും മനസ്സിലാക്കണല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഭാര്യ മടക്കല്ല റബ്ബേ. അല്ലാഹുവേ ശരീരത്തിൽ കത്തിവെക്കുന്ന രോഗം തരല്ല റബ്ബേ. ഞങ്ങൾ കുടിക്കുന്ന മരുന്നിന് ശിഫ നൽകണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.